മക്കൾസ് 4 ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, ഈ 3 ചാപ്റ്ററാണ് മെയിനായിട്ട് ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റേഴ്സ്. അപ്പോൾ ഈ 3 ചാപ്റ്ററിനും നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ന്യൂമറിക്കൽസ് നന്നായിട്ട് വരാൻ ചാൻസ് ഉണ്ട്, പഠിക്കണം. അപ്പോൾ ആ ന്യൂമറിക്കൽസ് ചെയ്യണമെങ്കിൽ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. ആ ഇക്വേഷൻസ് ഏതൊക്കെയാണ് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കി വെക്കേണ്ടത് എന്നും ആ ഇക്വേഷൻസ് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുമാണ് ഈ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഒട്ടും പാഴാക്കേണ്ട സമയം, നമുക്ക് വേഗത്തിൽ ചെയ്യാം. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം ഒരുപാട് കോൺസെൻട്രേഷൻ ടേംസ് നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാനുണ്ട്. സൊല്യൂഷൻസിൽ മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, അതിൻ്റെ ഒക്കെ ഇക്വേഷനാണ് ഇവിടെ തന്നത്. സോ മാസ് പെർസെൻറ്റേജുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ W1/W1 + W2 അല്ലെങ്കിൽ W2 / W1 + W2. വോളിയം പെർസെൻറ്റേജ് ആകുമ്പോൾ V1/V1 + V2 അല്ലെങ്കിൽ V2/V1 + V2 × 100 വരും പെർസെൻറ്റേജ് ആകുമ്പോൾ എല്ലായിടത്തും. ദെൻ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആകുമ്പം മാസ് ഓഫ് സൊല്യൂട്ട് / വോളിയം ഓഫ് സൊല്യൂഷൻ × 100. ദെൻ പാർട്സ് പെർ മില്യൺ, നമ്പർ ഓഫ് പാർട്സ് ഓഫ് വൺ കോമ്പണന്റ് / ടോട്ടൽ നമ്പർ × 10�6. അല്ലെങ്കിൽ മാസ് വെച്ചിട്ടും പാർട്സ് പെർ മില്യൺ പറയാം. ഇവിടെ നമ്പർ ഓഫ് പാർട്സ് വെച്ചിട്ടാണ് പറഞ്ഞത്, മാസ് വെച്ചിട്ടും പറയാം. മാസ് ഓഫ് വൺ കോമ്പണന്റ് / ടോട്ടൽ മാസ് അല്ലെങ്കിൽ വോളിയം ഓഫ് വൺ കോമ്പണന്റ് / ടോട്ടൽ വോളിയം. പാർട്സ് പെർ മില്യൻ്റെ മെയിൻ പ്രത്യേകത ഇവിടെ 10�6 വരുന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നിർബന്ധമായിട്ട് ഇവിടെ നോട്ട് ചെയ്യേണ്ട കുറച്ച് പോയിന്റുകൾ മാത്രം പറഞ്ഞുതരാം. അതായത് മക്കളെ നോക്കിക്കേ, ഇവിടെ സാർ എല്ലായിടത്തും W1 ഒക്കെ അങ്ങനെ കുറേ എടുത്തില്ല. അപ്പോൾ ഈ W എന്ന് പറയുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ മെയിനായിട്ട് W എന്ന് പറയുന്നത് എന്തിനാണ് എന്ന് നോട്ട് ചെയ്ത് വെച്ചോ. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വെയിറ്റ്, ഗിവൺ വെയിറ്റ് ഓഫ് ദി സബ്സ്റ്റൻസ്, വെയിറ്റ് ഓഫ് ദി സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മാസ് ഓഫ് ദി സബ്സ്റ്റൻസ്. ഗിവൺ വെയിറ്റ് ആയിരിക്കും അത് തന്നത്. സൊല്യൂട്ട് ആവാം, സോൾവെൻ്റ് ആവാം, വെയിറ്റ് ഓഫ് ദി സബ്സ്റ്റൻസിനെ നമ്മൾ W എന്ന് ഈ ചാപ്റ്ററിൽ മൊത്തം പറയുക. നോട്ട് ദ പോയിന്റ്. ക്യാപിറ്റൽ M എന്ന് പറയുന്നത് നമ്മൾ മൊളാരിറ്റിക്ക് കൊടുക്കുന്ന ഒരു യൂണിറ്റ് ആണ്. ഇനി M മാത്രമായിട്ട് M1 M2 വരും മക്കളെ. അതിൽ M1 M2 വന്നാൽ അത് മോളാർ മാസ് ആയിട്ട് മക്കൾ മനസ്സിലാക്കണം. ഇക്വേഷനിൽ വരുന്ന ടേമിൽ മോളാർ മാസ് അഥവാ അതിൻ്റെ മാസ്, അതിൻ്റെ കറക്റ്റ് മാസ്. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ 1 എന്ന് സൂചിപ്പിക്കുന്നതൊക്കെ സോൾവെൻറ്റും 2 എന്ന് സൂചിപ്പിക്കുന്നതൊക്കെ സൊല്യൂട്ടും ആയിരിക്കും. ഇതങ്ങ് വെച്ച് പറഞ്ഞാൽ ഒരു ഐഡിയ കിട്ടി. ഇനി മറ്റൊരു ഐഡിയ കൂടെ പറഞ്ഞുതരാം. എപ്പോഴും കോൺസെൻട്രേഷൻ ടേമിൽ ന്യൂമറേറ്ററിൽ ഒരാളുടെ ആയിരിക്കും പറയാം, ഒരാളുടെ മാസ്, ഒരാളുടെ വോളിയം, ഒരാൾ ഇതായിരിക്കും പറയാം. ഡിവൈഡഡ് ബൈ എപ്പോഴും ടോട്ടൽ ആയിരിക്കും വരിക. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഈ ഇക്വേഷൻസ് നിങ്ങൾക്ക് സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഇക്വേഷൻ മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ W1/W1 + W2 എന്നാണ്. W1 എന്ന് പറഞ്ഞാൽ 1ൻ്റെ മാസ്, 1 ആരാ ഇവിടെ? സോൾവെൻറ്റ്. അപ്പോൾ സോൾവെൻറ്റിൻ്റെ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ്. അപ്പോൾ ടോട്ടലാണ് താഴെ വന്നത്. അതുപോലെ ഇത് നോക്കിക്കേ, V2 പറഞ്ഞാൽ 2 ആരാ? സൊല്യൂട്ടിൻ്റെ വോളിയം ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം. ഇത്രയേ ഉള്ളൂ. അതൊന്ന് സെറ്റാക്കി വെച്ചോ. പിന്നെ നമ്മൾ പഠിക്കുന്ന മെയിൻ കോൺസെൻട്രേഷൻ ടേംസ് ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് മൊളാരിറ്റി +1 മുതൽ പഠിച്ചു വരുന്നതാണ്. N2/V. N2 സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾ ഡിവൈഡ് ബൈ വോളിയം. ഈ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ നമുക്ക് എങ്ങനെ എഴുതാം? W2/M2. നമ്പർ ഓഫ് മോൾസിനെ നമുക്ക് W2/, ആ 2 ആണ് എല്ലായിടത്തും യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൊല്യൂട്ടാണ്. W2 സൊല്യൂട്ടിൻ്റെ മാസ് ഡിവൈഡ് ബൈ M2 സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്. 1000 ഇവിടെ വരാൻ കാരണം ഈ ഇക്വേഷൻ നമ്മൾ ഇവിടെ വോളിയം മില്ലി ലിറ്ററിലാണ് എടുക്കുക. എന്നാൽ 1000 ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വോളിയം ലിറ്ററിലായിരിക്കും. അപ്പോൾ വോളിയം ലിറ്ററിലാണ് തരുന്നതെങ്കിൽ അതിനെ മില്ലി ലിറ്റർക്ക് ആക്കാൻ, അല്ലെങ്കിൽ മില്ലി ലിറ്ററിലാണ് തരുന്നതെങ്കിൽ 1000 ഒക്കെ കൊടുക്കണം. അപ്പം വോളിയം മില്ലി ലിറ്ററിൽ തന്നെയാണ് താഴെ എഴുതേണ്ടത് എന്നർത്ഥം. 1 ലിറ്റർ എന്ന് തന്നു കഴിഞ്ഞാൽ 1 ലിറ്റർ എന്ന് തന്നു കഴിഞ്ഞാൽ പിന്നെ അത് വോളിയം 1 എന്ന് എടുത്താൽ മതി. ഓക്കെ, ഇനി അതിനെ മില്ലി ലിറ്റർക്ക് മാറ്റണമെങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങനെ ആക്കണം. സോ വോളിയം ലിറ്ററിലും മില്ലി ലിറ്ററിലും സെറ്റായി. ഓക്കെ, മില്ലി ലിറ്ററിൻ്റെ ടേമാണ് എഴുതുന്നെങ്കിൽ മുകളിൽ 1000 വരും. അത്രയേ ഉള്ളൂ മക്കളെ. അപ്പോൾ മൊളാരിറ്റി മെയിനായിട്ടും ക്യാപിറ്റൽ M ഉപയോഗിക്കുക. മൊളാലിറ്റിയും അത് തന്നെയാണ് ഏകദേശം. N2/V എന്നുള്ളിടത്ത് N2/ മൊളാലിറ്റി, ഞാനിവിടെ എഴുതിയത് തെറ്റി. N2/V എന്നുള്ളിടത്ത് N2/ എന്ത് വരും? N2/W1 എന്ന് വരും. N2/W1 എന്ന് വരും. എന്താ വരികടാ? N2/W1. അതെന്താ അങ്ങനെ വന്നത്? വെരി സിമ്പിൾ. N2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് അല്ലേ? അപ്പോൾ N2 മോളുണ്ട്. മൊളാരിറ്റി ആയാലും N2 ഉണ്ടാവും. ഓക്കെ, N2 ഉണ്ട്. ഡിവൈഡ് ബൈ വോളിയം ചെയ്താൽ മൊളാരിറ്റി, ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ്. W എന്ന് പറഞ്ഞാൽ മാസ്, 1 എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റ്. മാസ് ഓഫ് സോൾവെൻറ്റ് ചെയ്യണം. അപ്പോൾ M2 വരാൻ വീണ്ടും നമ്മൾ W2/M2 എന്ന് എഴുതി. W1 താഴുണ്ട്. ഈ W1ൻ്റെ അവിടെ 1000 വരാനുള്ള കാരണം ഇത് കിലോഗ്രാമിലാണെങ്കിൽ 1000 വേണ്ട, W1 ഗ്രാമിലാണെങ്കിൽ മുകളിൽ 1000 വരും. സെറ്റ്. ദെൻ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൈയാണ്.
അപ്പോൾ ഓരോരുത്തരുടെ മോൾ ഫ്രാക്ഷൻ ഓരോരുത്തരുടെ കൈ 1 എന്ന് പറഞ്ഞാൽ N1 ഡിവൈഡ് ബൈ N1 പ്ലസ് N2. ഞാൻ നേരത്തെ പറഞ്ഞു ഒരാളത് ഡിവൈഡ് ബൈ ടോട്ടൽ. കൈ 2 എന്ന് പറഞ്ഞാൽ N2 ബൈ N1 പ്ലസ് N2. N2 എന്ന നമ്പർ ഓഫ് മോൾസ്. പിന്നെ ഒരു കാര്യം കൂടെ, ഒരു സൊല്യൂഷനിൽ ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എപ്പോഴും 1 ആയിരിക്കും. രണ്ടാളാണെങ്കിൽ രണ്ടാളും കൂടെ കൂട്ടിയാൽ 1, ഒരാളാണെങ്കിൽ ഒരാളത് മാത്രം 1, മൂന്നാണെങ്കിൽ മൂന്നാളും കൂടെ കൂട്ടിയാൽ 1. എപ്പോഴും ടോട്ടൽ മോൾ ഫ്രാക്ഷൻ 1 ആയിരിക്കും. ഇതാണ് അവിടെ കോൺസെൻട്രേഷൻ ടേംസിൻ്റെ ഇക്വേഷൻസ്. ഇനി നമുക്ക് ഈ ഇതിൽ പഠിക്കാനുള്ള കുറച്ച് ഇക്വേഷൻസ് കൂടെ പറയാം. ഒന്ന് ആദ്യം ഞാനിവിടെ കൊടുത്ത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻറ്റിൻ്റെ ഇക്വേഷനാണ്, ഓർഡറിലല്ല, ജസ്റ്റ് ഇക്വേഷൻ. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻറ്റിൻ്റെ ഇക്വേഷൻ ഡെൽറ്റ ടി എഫ് ആണ്. ഡെൽറ്റ ടി എഫ് ഫ്രീസിംഗ് ടെമ്പറേച്ചറിലുള്ള ചേഞ്ച് എന്താ? കെ എഫ് ഇൻറ്റു എം. ഈ സ്മോൾ ലെറ്റർ എം ഇവിടെ സൂചിപ്പിക്കുന്നത് മൊളാലിറ്റിയാണ്. ഓക്കെ, ദെൻ എന്താ ഇക്വേഷൻ വരുന്നത്? മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ തൊട്ടുമുമ്പ് നമ്മൾ എഴുതി, മൊളാലിറ്റിൻ്റെ ഇക്വേഷൻ തൊട്ടുമുമ്പ് നമ്മൾ എഴുതി. എന്താ എഴുതിയത്? W2 × 1000 ഡിവൈഡ് ബൈ M2 × W1 നമ്മൾ എഴുതി. അതന്നെ മൊളാലിറ്റിക്ക് വരാം. ഇതാണ് മൊളാലിറ്റി ടേം. കെ എഫ് അവിടെ ഉണ്ട്. അപ്പോൾ കെ എഫ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് W2 എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിൻ്റെ മാസ്, W1 എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റിൻ്റെ മാസ്, M2 എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ചോദിക്കുക, ബാക്കിയൊക്കെ തരും. അപ്പോൾ തരുന്നത് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. 5 gram ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ 5 gram ഓഫ് സൊല്യൂട്ട്. അപ്പോൾ W2 എന്ന് മനസ്സിലാക്കണം. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇതിൽ കിട്ടണം. ഇതിൽ പ്രത്യേകം നോട്ട് ദ പോയിന്റ്, ഡെൽറ്റ ടി എഫ് എന്ന് പറഞ്ഞാൽ TF 0 മൈനസ് TF ആയിരിക്കും. TF 0 മൈനസ്. അപ്പോൾ TF 0 കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ചാപ്റ്ററിൽ തന്നെ 0 കൊണ്ട്, ഈ ചാപ്റ്ററിൽ തന്നെ 0 കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പ്യുവർ എന്ന. അപ്പോൾ ഡെൽറ്റ TF എന്ന് പറഞ്ഞാൽ പ്യുവർ സോൾവെൻറ്റിൻ്റെ ടെമ്പറേച്ചറാണ്. പ്യുവർ സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ്. പ്യുവർ സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ്. ഫ്രീസിംഗ് പോയിൻറ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് ടെമ്പറേച്ചർ. അപ്പോൾ TF സൊല്യൂഷൻ്റെത്. TF എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ, TF 0 പറഞ്ഞാൽ പ്യുവർ സോൾവെൻറ്റ്. അപ്പോൾ സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് ടെമ്പറേച്ചറിന് സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് ടെമ്പറേച്ചർ കുറക്കാൻ കാരണം സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് ടെമ്പറേച്ചറാണ് കൂടുതൽ. അപ്പോൾ സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് ടെമ്പറേച്ചറാണ് കൂടുതൽ എന്നുള്ള ഐഡിയയും കിട്ടി. എന്നാൽ അതേ സമയത്ത് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റും ഇക്വേഷൻ അങ്ങനെ തന്നെ. ഡെൽറ്റ TB അവിടെ ഡെൽറ്റ TF, ഇവിടെ KF KB അവിടെ KF, ഇവിടെ M അതന്നെ. അതൊക്കെ നമ്മൾ മാറ്റി എഴുതി മൊളാലിറ്റി. ദെൻ ഡെൽറ്റ TB ഒന്ന് നോക്കിക്കേ. അവിടെ ഡെൽറ്റ TF 0 മൈനസ് TF, ഇവിടെ ഡെൽറ്റ TB മൈനസ് TB 0. അഥവാ ബോയിലിംഗ് ടെമ്പറേച്ചർ ഓഫ് സൊല്യൂഷൻ കൂടുതലും സോൾവെൻറ്റ് കുറവും. ഫ്രീസിംഗ് ടെമ്പറേച്ചർ സോൾവെൻറ്റിന് കൂടുതൽ, ബോയിലിംഗ് ടെമ്പറേച്ചർ സൊല്യൂഷന് കൂടുതൽ. അതാണല്ലോ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. എലവേഷൻ കൂടുതൽ, ഡിപ്രഷൻ താഴുക, ഫ്രീസിംഗ് പോയിന്റ് താഴുക. ഓക്കെ, ദെൻ ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ. ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ എന്താ? പൈ ഈക്വൽ ടു CRT നമ്മൾ സാധാരണ പറയാം. പൈ ഈക്വൽ ടു CRT. ആ C എന്താണ്? കോൺസെൻട്രേഷനാണ്. C എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ. ആ കോൺസെൻട്രേഷൻ വരെ അതാ മൊളാരിറ്റി എന്ന് വിചാരിച്ചോ. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി എന്ന് വിചാരിച്ചോ. മൊളാരിറ്റിൻ്റെ ഇക്വേഷൻ N2/V. അപ്പോൾ CRT എന്ന് പറഞ്ഞാൽ N2/VRT. അപ്പോൾ N2 പകരം വീണ്ടും W2/M2 കൊടുത്തു. അപ്പോൾ W2/M2 എന്ന് കൊടുത്തു. അപ്പോൾ W2RT/M2V ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ. അതിലും ഇത് വോളിയം എന്തിലാണെന്ന് മനസ്സിലാക്കണം, ലിറ്ററിലാണെന്നും കൂടി മനസ്സിലാക്കുക. ഇതാണ് ഓസ്മോട്ടിക് പ്രഷർ കാണാനുള്ള ഇക്വേഷൻ. അതുപോലെ തന്നെ മക്കളെ RLVP കാണാൻ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. RLVP എന്താ സാറേ? RLVP റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ P10 ഡിവൈഡ് ബൈ P1 ഈക്വൽ ടു Chi2. Chi2 എന്ന് പറഞ്ഞാൽ എന്താ? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. എന്താ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് കാണാനുള്ള ഇക്വേഷൻ? N2/N1/N2 അല്ലെങ്കിൽ N2/N1 എന്നല്ലേ പറയാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്: W2 × M1 ഡിവൈഡ് ബൈ W1 × M2. ഇങ്ങനെയാണ് വരുന്നത് ഇക്വേഷനെ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ. W2 എന്താ, M1 എന്താ, M2 എന്താ, എല്ലാം മക്കൾക്ക് അറിയാം. അത് സെറ്റാണല്ലോടാ മക്കളെ. RLVPൻ്റെ ഇക്വേഷനും സെറ്റാണല്ലോ. ഇതിൽ ഡെൽറ്റ P10 എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പോൾ വേപ്പർ പ്രഷർ കുറയുന്നു, സൊല്യൂഷന് കുറയുന്നു. അപ്പോൾ ഡെൽറ്റ P10 കൊണ്ട് ഉദ്ദേശിക്കുന്നത് P1 മൈനസ് P10. സോറി, P10 മൈനസ് P1. P10 മൈനസ് P1 എന്താ? P10 സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനേക്കാൾ സൊല്യൂഷൻ വേപ്പർ പ്രഷർ കുറവാണ്. അതുകൊണ്ട് P10 മൈനസ് P1 ആണ് അവിടെ വരുന്നത്. അതും സെറ്റല്ലേ? ദെൻ ഹെൻറീസ് ലോ എല്ലാവർക്കും അറിയാം, P = KH. റൗൾസ് ലോ എല്ലാവർക്കും അറിയാം, P1 = P10 × Chi1. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? P1 എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ്റെ പ്രഷർ. P10 സൊല്യൂഷനിൽ നിൽക്കുമ്പോൾ ആദ്യത്തെ ആളുടെ പ്രഷർ, ഒന്നാമത്തെ ലിക്വിഡിൻ്റെ പ്രഷർ. സൊല്യൂഷനിൽ നിൽക്കുമ്പോൾ രണ്ടാമത്തെ ലിക്വിഡിൻ്റെ പ്രഷർ, അത് P2. അപ്പോൾ P10 എന്താ? സോൾവെൻ്റ് ആയിട്ട് നിൽക്കുമ്പോഴുള്ള പ്രഷർ, ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള പ്രഷർ, പ്യുവർ ആയിട്ട് നിൽക്കുമ്പോഴുള്ള പ്രഷർ. P20 എന്താ? ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള പ്രഷർ, പ്യുവർ ആയിട്ട് നിൽക്കുമ്പോഴുള്ള പ്രഷർ. Chi1 എന്താ?
ഫസ്റ്റ് ലിക്വിഡിൻ്റെ മോൾ ഫ്രാക്ഷൻ, കൈ2 എന്താ സെക്കൻഡ് ലിക്വിഡിൻ്റെ മോൾ ഫ്രാക്ഷൻ. ദെൻ റൗൾസ് ലോ തന്നെ ഡാൾട്ടൺസ് ലോയിലേക്ക് അപ്ലൈ ചെയ്താൽ, ഡാൾട്ടൺ ആണ് പറഞ്ഞത് ടോട്ടൽ പ്രഷർ കൂട്ടിയ ഓരോരുത്തരുടെ പ്രഷർ കൂട്ടിയാൽ ടോട്ടൽ കിട്ടുന്നത്. അപ്പോൾ പി ടോട്ടൽ ഈക്വൽ ടു P1 + P2. എന്താ P1 നമ്മളിവിടെ പറഞ്ഞു, P1 0 K1. എന്താ P2 0 × K2. അങ്ങനെ റൗൾസ് ലോൻ്റെ ഇക്വേഷനും പഠിച്ചു. ദെൻ ലാസ്റ്റ് ഇക്വേഷനിൽ വാൺ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്. വാൺ ഹോഫ് ഫാക്ടർ I. വാൺ ഹോഫ് ഫാക്ടർ പല രൂപത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതിൽ ഒന്നാമത്തത് MN/MABN. എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർമൽ. അപ്പോൾ നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളാർ മാസ്. മോളാർ മാസ് നോർമൽ ഡിവൈഡ് ബൈ അബ്നോർമൽ മോളാർ മാസ്. ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ OCP/CCP. OCP എന്ന് പറഞ്ഞാൽ ഒബ്സേർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഞാൻ എഴുതാൻ പഠിച്ചുകൊണ്ട് എഴുതുന്നതാണ്. ഒബ്സേർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡ് ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. OCP/CCP. ഒബ്സേർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡ് കാൽക്കുലേറ്റഡ്. നാട് ഡിവൈഡ് ബൈ എൻപാട്. മമ്പാടല്ല, നാട് ഡിവൈഡ് ബൈ എൻപാട്. എൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്പർ, ആഫ്റ്റർ എ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആഫ്റ്റർ AD കൊണ്ട് ഉദ്ദേശിക്കുന്ന അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ, ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിഫോർ. അപ്പോൾ എന്താ, നമ്പർ ഓഫ് മോളിക്യൂൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോളിക്യൂൾസ് ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. ഇതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ആഫ്റ്റർ എത്ര ഉണ്ട് നോക്കും, ഡിവൈഡ് ബൈ ബിഫോർ എത്രയെന്ന് നോക്കും. റിയാക്ഷൻ കഴിഞ്ഞതിന് ശേഷം എത്രയാണ് നോക്കും, റിയാക്ഷന് മുമ്പ് എത്രയാണ് നോക്കും. ആഫ്റ്റർ ബൈ ബിഫോർ ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇനി മക്കളെ, ഐൻ്റെ വാല്യൂ ഡിസോസിയേഷൻ, സൊല്യൂട്ടിൻ്റെ ഡിസോസിയേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഐൻ്റെ വാല്യൂ എപ്പോഴും 1 കൂടുതലായിരിക്കും. അസോസിയേഷൻ ആണെന്ന് നടന്നിട്ടുണ്ടെങ്കിൽ ഐൻ്റെ വാല്യൂ എപ്പോഴും 1 കുറവായിരിക്കും. ഐൻ്റെ വാല്യൂ 1 ആയിരിക്കും ഡിസോസിയേഷനോ നടന്നിട്ടില്ലെങ്കിൽ. ഇനി അസോസിയേഷനോ ഡിസോസിയേഷനോ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തൊട്ട് മുമ്പ് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്, എലവേഷൻ ബോയിലിംഗ് പോയിന്റിൻ്റെ ഒക്കെ ഇക്വേഷൻ എഴുതിയില്ലേ, അതിലൊക്കെ ഐൻ്റെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യണം. നോട്ട് ദ പോയിന്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. അഥവാ RLVPൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയില്ലേ, എന്താണ് ഇക്വേഷൻ എഴുതിയത്, ഡെൽറ്റ P10/P1 = K2 എന്ന് എഴുതിയില്ലേ. ആ K2ൻ്റെ കൂടെ I ഇൻറ്റു ചെയ്യണം. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എഴുതിയില്ലേ, ഡെൽറ്റ TF = KF × M എന്ന് എഴുതിയില്ലേ. ആ എമ്മിൻ്റെ കൂടെ ഐൻ്റെ വാല്യൂ ഇൻറ്റു ചെയ്യണം. ഈ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എഴുതിയില്ലേ, ഡെൽറ്റ TB = KB × M. ആ ഇക്വേഷനിലേക്കും ഐൻ്റെ വാല്യൂ ഇൻറ്റു ചെയ്യണം. കാരണം ഐൻ്റെ വാല്യൂ ഇൻറ്റു ചെയ്യുമ്പോഴേ അത് സെറ്റ് ആവുള്ളൂ. ദെൻ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയില്ലേ, π = C2RT എന്ന് എഴുതിയില്ലേ, അല്ലെങ്കിൽ CRT എന്ന് എഴുതിയില്ലേ. ആ CRTൻ്റെ കൂടെയും ഐൻ്റെ വാല്യൂ ഇൻറ്റു ചെയ്യണം. സോ എല്ലാ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനിലൊക്കെ ഐൻ്റെ വാല്യൂ ഇൻറ്റു ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റ്, റെഡി. ദെൻ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻസ് ആണ്. നിങ്ങൾക്കറിയാം, ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിക്കാനുള്ള ഇക്വേഷൻ ഒന്ന്, ഈ സെല്ല് കാണാനുള്ള ഇക്വേഷൻ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, അഥവാ ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ്. നേൺസ് ഇക്വേഷൻ കുറച്ചെണ്ണം പഠിക്കാനുണ്ട്. ഒരു മെറ്റലിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നേൺസ് ഇക്വേഷൻ E സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059 ഡിവൈഡ് ബൈ N ലോഗ് 1 കോൺസെൻട്രേഷൻ ഓഫ് Mn+. ഇനി രണ്ടാളുകളുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ QC ആണ് കാണേണ്ടത്, ലോഗ് QC ആണ്. അപ്പോൾ എന്താണ് QC എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. QC എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ മക്കളെ, പ്രൊഡക്റ്റിലുള്ള ആളുകളുടെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്റ്റൻ്റുള്ള ആളുകളുടെ കോൺസെൻട്രേഷൻ. ഇതാണ് ചുരുക്കി പറഞ്ഞാലുള്ള അർത്ഥം. അഥവാ AA + BB CC + DD ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് C⁻C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D⁻D ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A⁻A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B⁻B എന്ന് എഴുതുന്നതാണ് QC. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രൊഡക്റ്റിൽ സോളിഡ്, റിയാക്ടറിലൊക്കെ സോളിഡ് ലിക്വിഡ് ആണെങ്കിൽ അവരുടെ വാല്യൂ 1 ആയിരിക്കും. അത് എഴുതണ്ട. ചാർജ് ഉള്ളവരത് മാത്രം എഴുതിയാൽ മതി. ചാർജ് ഉള്ളവരുടെ കോൺസെൻട്രേഷൻ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ E0 സെല്ലും KCയും തമ്മിലുള്ള ബന്ധം, E0 സെല്ലും KCയും തമ്മിലുള്ള ബന്ധം, E0 സെൽ ഈക്വൽ ടു 0.059 ഡിവൈഡ് ബൈ N ലോഗ് KC. ഡെൽറ്റ G0യും E0 സെല്ലും തമ്മിലുള്ള ബന്ധം, ഡെൽറ്റ G0 ഈക്വൽ ടു -NFE0 സെൽ, -NFE0 സെൽ. അത് സെറ്റാണല്ലോ. എടാ, ഈ ഇക്വേഷൻ തന്നെ നമ്മുടെ നേൺസ് ഇക്വേഷൻ തന്നെ ഫോർ ഡാനിയൽ സെൽ എങ്ങനെ എഴുതുക, ഈ സെൽ ഈക്വൽ ടു ഡാനിയൽ സെല്ലിന് E0 സെൽ മൈനസ് 0.059 ഡിവൈഡ് ബൈ N ലോഗ് ഡാനിയൽ സെല്ലിൽ പ്രൊഡക്റ്റിൽ വരുന്നത് Zn2+, അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് Zn2+, ഡിവൈഡഡ് ബൈ റിയാക്റ്റൻറ്റിൽ വരുന്നത് Cu2+. കഴിഞ്ഞു. എന്താ സെഡിനൊക്കെ ഉണ്ടല്ലോ പ്രോഡക്റ്റിൽ, സെഡിനൊക്കെ സോളിഡാണ്, അത് എഴുതേണ്ട. ചാർജ് ഉള്ളവരെ മാത്രം എഴുതിയാൽ മതി. ഇത് ഡാനിയൽ സെല്ലിൻ്റെ നേൺസ് ഇക്വേഷനാണ്. അതും എഴുതാൻ ചോദിക്കാറുണ്ട്, ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട് ചിലപ്പോൾ. അത് ഓക്കെ അല്ലേടാ. ദെൻ കണ്ടക്റ്റൻസ്. കണ്ടക്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് അത് നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്ന ഇക്വേഷൻ R = ρ × L/A. G* എന്ന് പറഞ്ഞാൽ സെൽ കോൺസ്റ്റൻറ്റാണ്. G* എന്ന് പറഞ്ഞാൽ സെൽ കോൺസ്റ്റൻറ്റാണ്.
ആർ ഇൻറ്റു കാപ്പ സെൽ കോൺസ്റ്റൻ്റ് ആണ് ശരിക്കും എൽ ബൈ എ എന്നാണ്, ലെങ്ത് ബൈ ഏരിയ ആണ്. ജി സ്റ്റാർ എന്ന് പറഞ്ഞാൽ ലെങ്ത് ബൈ ഏരിയ ആണ്. ആ ലെങ്ത് ബൈ ഏരിയ കിട്ടാൻ ആർ കാപ്പ. ദെൻ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിൽ നിന്നും നിങ്ങൾക്ക് വ്യത്യസ്ത ഒരാളുടെ റെസിസ്റ്റൻസ് കാണാൻ പറ്റും. അതായത് അൺനോൺ ആയിട്ടുള്ള ആളുടെ റെസിസ്റ്റൻസ് ബാക്കിയുള്ളവരുടെ റെസിസ്റ്റൻസ് വെച്ച് കാണാൻ പറ്റും. അതിനൊരു പ്രത്യേക അലൈൻമെൻ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. R1 R4 = R2 × R3. ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അൺനോൺ ഇതാണെന്ന് വിചാരിച്ചോ, ഇത് അൺനോൺ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ R1 നിങ്ങൾക്ക് എങ്ങനെ കാണാം? R1 = R2 × R3/R4 എന്ന് കാണാൻ പറ്റും. സെറ്റ്, അതും സെറ്റ്. ദെൻ മക്കളെ ലാംഡ എം മോളാർ കണ്ടക്ടിവിറ്റി കാണാനുള്ള ഇക്വേഷൻ കാപ്പ/C. എന്താ കാപ്പ/C? കണ്ടക്ടിവിറ്റി/C. കാപ്പ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ കാപ്പ/C കണ്ടക്ടിവിറ്റി ബൈ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. ഇത് സിമൺസ് മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സാണ്. സൈമൺസ് മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ആണ് ഈ ഇക്വേഷൻ, ഈ യൂണിറ്റ്. അത് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ × 1000 കൂടി വരും ഇക്വേഷനിൽ. കാപ്പ/C × 1000 കൂടെ വരും. റെഡി? ഇനി ആൽഫയുടെ ഇക്വേഷൻ നോക്കിക്കേ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ λm/λ0m. λm എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി, λ0m എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ആൽഫ = λm/λ0m. ഇതിൽ കെ എന്ന് പറഞ്ഞാൽ ഇതാണ്, എന്താണ് പറയുക, ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ, അല്ലെങ്കിൽ അയോണൈസേഷൻ കോൺസ്റ്റൻ്റ് എന്നൊക്കെ പറയാം. അയോണൈസേഷൻ കോൺസ്റ്റൻ്റ്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് അല്ലെ അയോണൈസേഷൻ കോൺസ്റ്റൻ്റ് Cα²/1 - α. Cα²/1 - α. അപ്പോൾ ആൽഫ അറിയണം, λm/λ0m. ദെൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ λm-ഉം λ0m തമ്മിലുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നിന്ന് കിട്ടുന്ന ഇക്വേഷൻ λm = λ0m - a√c. സെറ്റ് അല്ലേ? ദെൻ ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് വരുന്നത് ഫാരഡേയുടെ ഇക്വേഷൻസ് ആണ്. ഫാരഡേയുടെ ഫസ്റ്റ് ലോ പ്രകാരം നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ M എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഉണ്ടായ മാസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് = MIT/NF. അതിൽ ക്യാപിറ്റൽ M എന്താ? മോളാർ മാസ്, I എന്താ? കറണ്ട്, T എന്താ? ടൈം, N എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ് ഓർ ലോസ്, F എന്ന് പറഞ്ഞാൽ ഫാരഡേസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഐയും ടിയും കൂടെ ഇൻറ്റു ചെയ്താൽ കിട്ടുന്നതാണ് Q. ഈ ക്യാപിറ്റൽ M/NF ചെയ്താൽ കിട്ടുന്നതാണ് Z. ഓക്കെ, ക്യാപിറ്റൽ M/NF ചെയ്താൽ കിട്ടുന്നതാണ് Z. ഓക്കെ, ഇത് രണ്ടാമത്തെ ഇവിടെ വന്ന ലോ കണ്ടോ, ഇത് ഫാരഡേസ് സെക്കൻഡ് ലോ ആണ്. അപ്പോൾ ഫസ്റ്റ് ലോ എന്താ? M = MIT/NF. അതിൽ മറക്കൂലല്ലോ, ക്യാപിറ്റൽ M അവിടെ ഉദ്ദേശിക്കുന്നത് മൊളാരിറ്റി ആണ്, I അവിടെ ഉദ്ദേശിക്കുന്നത് കറൻ്റാണ്. ഓക്കെ, ഐയും ടിയും കൂടെ ചെയ്താൽ ക്വാണ്ടിറ്റി ഓഫ് കറൻ്റ് ആണ്, ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്. നിങ്ങൾക്ക് അറിയാം എഫിൻ്റെ വാല്യൂ 96500 ആണ്, അതെല്ലാം നിങ്ങൾക്ക് അറിയാം. ഫാരഡേസ് സെക്കൻഡ് ലോ പ്രകാരം M1/M2 ഒരാളുടെ മാസ് ഡിവൈഡ് ബൈ രണ്ടാമത്തെ ആളുടെ മാസ്, അത് അവരുടെ മാസുകൾ തമ്മിൽ അവരുടെ ഇക്വലൻ വെയിറ്റുകളോട് ഈക്വൽ ആയിരിക്കും. E1/E2. E1 അഥവാ E എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഇക്വലൻ വെയിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. കെമിക്കൽ ഇക്വലൻ വെയിറ്റ് ആണ് E കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ M1/M2 = E1/E2 എന്ന് എഴുതിയാൽ മതി. സെറ്റ് അല്ലേ ഫാരഡേസ് ലോയും? ദെൻ കെമിക്കൽ കൈനറ്റിക്സിൽ നമുക്ക് പഠിക്കാനുള്ള ലോസ് ഇക്വേഷൻസ് നിങ്ങൾക്കറിയാം. ഒന്ന് ആവറേജ് റേറ്റിൻ്റെ ഇക്വേഷൻ ആണ്, -delta കോൺസെൻട്രേഷൻ ഓഫ് R / ΔT അല്ലെങ്കിൽ +delta P എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആകുമ്പോൾ ആ ഡെൽറ്റയ്ക്ക് പകരം D ആവും, സ്മോൾ ലെറ്റർ D ആവും. ദെൻ ഒരു ഇക്വേഷൻ തരികയാണെങ്കിൽ എക്സാമ്പിൾ A gives B എന്നായാൽ നിങ്ങളെങ്ങനെയാണ് അതിൻ്റെ റേറ്റ് എഴുതുക? -1/A delta കോൺസെൻട്രേഷൻ ഓഫ് A / ΔT +1/B delta concentration of B / ΔT. അങ്ങനെയാണെങ്കിൽ എന്താ റേറ്റ് ഇക്വേഷൻ? എന്താണ് റേറ്റ് ഇക്വേഷൻ മക്കളെ? റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ R = K × concentration of A⁻x × concentration of B⁻y. K × A⁻x × B⁻y. ദെൻ സീറോ ഓർഡറിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ, റേറ്റ് കോൺസ്റ്റന്റ് കാണാനുള്ള R0 - R/T. ഫസ്റ്റ് ഓർഡറിൻ്റെ ഇക്വേഷൻ അറിയാലോ, 2.303/T log R0/R. ഇനി T ഹാഫിൻ്റെ ഇക്വേഷൻ സീറോ ഓർഡറിന് R0/2K, ഫസ്റ്റ് ഓർഡറിന് 0.693/K. സീറോ ഓർഡറിന് R0/2K, ഫസ്റ്റ് ഓർഡറിന് 0.693/K. സെറ്റ്. ദെൻ അറീനിയസ് ഇക്വേഷൻ എന്താ? K = A × E⁻ അറീനിയസ് ഇക്വേഷൻ നമുക്ക് രണ്ട് റേറ്റ് കോൺസ്റ്റൻറ്റുകളും രണ്ട് ടെമ്പറേച്ചറും തന്നാൽ ഇക്വേഷൻ ഇങ്ങനെയാണ് ന്യൂമറിക്കൽ ചെയ്യാൻ ഉപയോഗിക്കുക. ലോഗ് K2/K1 = EA/2.303 R T2 - T1/T1 × T2. സെറ്റ്, അതും അറീനിയസ് ഇക്വേഷൻ സെറ്റ്. ദെൻ ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് കൊളീഷൻ തിയറിയുടെ ഇക്വേഷൻ വരുന്നുണ്ട്. അതും അറീനിയസ് ഇക്വേഷൻ ഏകദേശം സെയിം ആണ്. കൊളീഷൻ തിയറിയിൽ റേറ്റ്
പി സെഡ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. അറിയുന്ന ഇക്വേഷനിൽ എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി, അതിൽ പി സെഡ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി ആണ്. അതിൽ പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊബബിലിറ്റി ഫാക്ടറാണ്. പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ കൂട്ടിമുട്ടാൻ ചാൻസ്. സെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊളീഷൻ ഫ്രീക്വൻസി, ഒരു സെക്കൻഡിൽ ഒരു യൂണിറ്റ് വോളിയത്തിൽ നടന്ന കൊളീഷനുകളുടെ എണ്ണം, നമ്പർ ഓഫ് കൊളീഷൻസ് പെർ യൂണിറ്റ് പെർ സെക്കൻഡ് പെർ വോളിയം, അതാണ് കൊളീഷൻ ഫ്രീക്വൻസി. ദെൻ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള യൂണിറ്റുകളും കൂടി ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആറിൻ്റെ യൂണിറ്റ്, സീറോ ഓർഡറിൻ്റെ യൂണിറ്റ്, ഫസ്റ്റ് ഓർഡറിൻ്റെ യൂണിറ്റ്, സെക്കൻഡ് ഓർഡറിൻ്റെ യൂണിറ്റ്, ജനറൽ യൂണിറ്റ് അറിയാലോ. ഇതിൻ്റെ യൂണിറ്റ് ഓഫ് കെ കണ്ടുപിടിക്കാനുള്ള ജനറൽ യൂണിറ്റ് അറിയാലോ. ജനറൽ യൂണിറ്റ് എന്താണ്? മോൾ 1 മൈനസ് എൻ ലിറ്റർ n-1 സെക്കൻഡ് ഇൻവേഴ്സ്. എൻ എന്തെന്ന് ഉദ്ദേശിക്കുന്നു? ഓർഡർ. അപ്പോൾ സീറോ ഓർഡർ ആണെങ്കിൽ എൻ്റെ സ്ഥാനത്ത് അത് കൊടുക്കുക, ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ എൻ്റെ സ്ഥാനത്ത് അത് കൊടുത്താൽ 1 എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ സിമ്പിളായിട്ട് കിട്ടും. ദെൻ മക്കളെ, നമ്മൾ ഇവിടെ ഡി ആൻഡ് എഫിൻ്റെ എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, ഡി ആൻഡ് എഫ് എന്നൊരു ഇക്വേഷൻ, ഒരൊറ്റ ഇക്വേഷൻ ഉണ്ട്. ഏതാണെന്നറിയോ? മാഗ്നറ്റിക് മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ √n/n+2. അവിടെ n കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് കേട്ടോ. ഓരോ സ്ഥലത്ത് ഓരോ എന്നിന് വാല്യൂ തരുന്നിട്ട് ഞങ്ങളാണ് കൊടുക്കും. സം ബേസിക് കോൺസെപ്റ്റിൽ പറയും n പറഞ്ഞാൽ നമ്പർ ഓഫ് മോളാണ്. ഇവിടെ താഴത്തുള്ള ഇക്വേഷനിൽ n പറഞ്ഞാൽ ഓർഡറാണെന്ന് സാർ തന്നെ പറയും. അതേ സാറിൻ്റെ തൊട്ട് മുകളിൽ n പറഞ്ഞാൽ അൺപെയ്ഡില്ല. ഓരോ ഇക്വേഷനിൽ n-ൻ്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞതാണ്. തല്ലല്ലേ. ഓക്കെ മക്കളെ, സോ ടോട്ടൽ ഇക്വേഷൻസും ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓണം എക്സാം ബേസിൽ പഠിക്കാനുള്ള ഇക്വേഷൻസ്. സെറ്റ് അല്ലേ?